ഞാൻ ദേ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പാതിരാത്രി 1:15-നാണ്. കൊച്ചി വെളുപ്പാൻ കാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബോധം കെട്ട് കിടന്നുറങ്ങുകയായിരുന്നേ. അപ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത് നമുക്ക് തട്ടുദോശ കഴിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരുന്നില്ല, ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഇനി ഒറ്റയ്ക്ക് പോകുമെന്നായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് വിടണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടെ പോവാൻ റെഡി ആയതാണേ. കയ്യിൽ കിട്ടിയ ടീഷർട്ട് ഏട്ടൻ്റെതാണ്. പിന്നെ അതൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരനായ ഫാമിലിയെ കണ്ടത്. ആദർശേട്ടനും അബിയും കൂടെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ മാത്രമായിരുന്നില്ല, കുട്ടിയും കുറുമാണിയും എല്ലാം ഉണ്ടായിരുന്നു. അച്ചാച്ചനും കുഞ്ഞയും ചേച്ചിയും മാമനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബാലരാമപുരം തട്ടുകടയിലോട്ടാണ് കേട്ടോ പോയത്. ബാലരാമപുരം ജംഗ്ഷനിൽ ഇരിക്കുന്ന ഷോപ്പാണേ ഇത്. ഈ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കടയും അവിടെ ഓപ്പൺ ആയിരുന്നു. പകല് പോലത്തെ തിരക്കായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് കട, ജ്യൂസ് കട അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഈ സമയത്ത് ഈ ദോശയൊക്കെ കഴിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ളൊരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. പിന്നെ വന്നവരെല്ലാവരും നല്ല ഫുഡി ആയതുകൊണ്ട് ദോശ, ഓംപ്ലേറ്റ്, രസവട, പപ്പടം ഇതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എതുകുഞ്ഞിനെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻ നല്ല സുഖ ഉറക്കമാണ്. ഈ സമയത്ത് അവനെ വിളിച്ച് എണീപ്പിച്ച് എനിക്ക് നല്ല പണി കിട്ടും. പല അനുഭവവും ഉണ്ട്. ഈ പാത്തുവും ശൗരിയും കൗശിക്കൊന്നും ഒരു ഉറക്കവും ഇല്ല കേട്ടോ. കാശി പാവം ഉറങ്ങി കിടക്കുകയായിരുന്നു. പകുതി വെച്ച് എണീറ്റു. പാത്തുവിനൊന്നും ഒരു ക്ഷീണവും ഇല്ല. അവർ ഫുൾ ആക്റ്റീവായിരുന്നു. എനിക്ക് ഈ നൈറ്റ് റൈഡും അത്ര പുത്തരിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി കയറിയ ശേഷം ഞാൻ പിന്നെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഫാമിലി കാറ് തളർന്ന് കണ്ടു കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളതൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടിയ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ചാടി വീണ് ഇറങ്ങിയിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്തു. കാറൊക്കെ തള്ളി അവരെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ കുളത്തിൽ മുങ്ങി മരിച്ച് ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ ആത്മാക്കളെ കാണുന്നത് നമ്മളെല്ലാം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഇതിൽ ഓണാക്കിയതാണ്. ആരെയും കണ്ടില്ല കേട്ടോ.